ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു. റോന്ത് എന്ന് പറഞ്ഞിട്ട് OTT റിലീസാണ്. ഹോട്ട്സ്റ്റാറിൽ കണ്ടാണ്. നമ്മുടെ റോഷനും ദിലീഷ് പോത്തനുമാണ് അതിൽ ലീഡ് റോൾസ് ചെയ്യുന്നത്. ഒരു പോലീസുകാരുടെ ഒരു നൈറ്റ് പട്രോളിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു രാത്രി നടക്കുന്ന ഒരു സംഭവമാണത്. നല്ല മൂവിയാണ്. ഞാൻ കേരള ക്രൈം ത്രില്ലർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഈ ത്രില്ലർ മൂവി എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ട് കയറി കണ്ടതാണ്. ഞാൻ മൂവിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടല്ല. അതിലൊരു ക്യാരക്ടർ, ഈ ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ക്യാരക്ടറിന്റെ പേര് യോഹന്നാൻ എന്നാണ്. അതുപോലെ ഈ റോഷൻ എന്ന് പറയുന്ന ആള് അത്ര സർവീസിലൊന്നും ജസ്റ്റ് 6 മാസമായിട്ടുള്ളൂ കയറിയിട്ട്. അപ്പൊ ഈ പുള്ളിക്കാരന്റെ യോഹന്നാൻ പോലീസുകാരന്റെ സബോർഡിനേറ്റ് ആണ്. അപ്പം ആ സിനിമയിലുടനീളം ഈ യോഹന്നാൻ ഈ സബോർഡിനേറ്റിനോട് ഭയങ്കര ഈ റോഷൻ അറിയില്ല. റോഷൻ 6 മാസം സർവീസേ ഉള്ളപ്പോൾ പോലീസുകാരുടെ ഒരു രീതി ഒന്നും അറിയത്തില്ല. സർവീസ് സെക്യൂരിറ്റി ഇത്ര ആയിട്ടുള്ളൂ, മണ്ടത്തരങ്ങൾ തന്നെയാണ് വിളിച്ചു പറയുന്നതൊക്കെ. പക്ഷേ അപ്പൊ ഈ മേലുദ്യോഗസ്ഥർ എന്തായാലും അവർ ചീത്ത പറയും. പക്ഷെ ആ ഒരു വേ ഓഫ് ടോൺ നമുക്ക് കേൾക്കുമ്പോൾ, സബോർഡിനേറ്റിനോട് പെരുമാറുന്ന കാണുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, യോഹന്നാൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനോട് നമുക്കൊരു ഒരു ദേഷ്യം തോന്നും, അങ്ങനെ ഒരു തോന്നിപ്പോവും. പക്ഷെ ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാവും ഈ യോഹന്നാൻ എന്ന് പറഞ്ഞ പോലീസുകാരന്റെ ഭാര്യ ഒരു സൈക്കാട്രിക് പേഷ്യന്റ് ആണ്. കുഞ്ഞ് മരിച്ചതിനോട്, ജനിച്ചപാടെ കുഞ്ഞ് മരിച്ചതിന്റെ ഒരു ഷോക്കിലായതാണ്. ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയാണ്. അപ്പം വീട്ടില് ഒരുപാട് ഈ പോലീസുകാരൻ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്, സ്നേഹത്തോടെയുള്ള കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഡ്യൂട്ടിക്ക് വന്നു കഴിയുമ്പം ഈ റോഷനോടുള്ള പെരുമാറ്റം പറയുന്ന എല്ലാം കാര്യമാണ്. പക്ഷെ നമുക്ക് തന്നെ തോന്നും ആ ഒരു വേ ഓഫ് ടോൺ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ, കീഴുദ്യോഗസ്ഥരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, നമുക്ക് അങ്ങനെ ഒരു ഇത് തോന്നും. പക്ഷെ ഒരു പോയിന്റിൽ ഈ റോഷൻ തന്നെ മനസ്സിലാവുന്നുണ്ട് ഈ പുള്ളിക്കാരൻ ഒരു പാവമാണ്, വീട്ടിലെ അവസ്ഥ കൊണ്ടും അങ്ങനെ ആവാം ഒരു ഫ്രസ്ട്രേഷനൊക്കെ നമ്മൾ അറിയാണ്ട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ മാറ്റം വരുന്നതുകൊണ്ടാണെന്ന് റോഷനും ഒരു ഗതിയിൽ മനസ്സിലാവുന്നുണ്ട്. അപ്പം പക്ഷെ എന്നിട്ടും അതിന്റെ ക്ലൈമാക്സിൽ അത് കൊണ്ട് കലവടക്കുകയാണ് ചെയ്യുന്നത്. സിനിമ കാണാത്തവർ കണ്ടോ, ഞാൻ ക്ലൈമാക്സ് ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല്, സൺഡേ ഹോളിഡേ സിനിമയ്ക്കകത്ത് KT സിലിഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളെ വന്ന് ദേഷ്യപ്പെട്ടതോ വഴക്കുണ്ടായതോ ഒക്കെ ആണെങ്കിലും, അതായത് നല്ല രീതിയിലുള്ള വഴക്ക് കേട്ടോ, കുത്തും കൊലയൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അത് ആ ഒരു വഴക്ക് കഴിഞ്ഞിട്ട് എത്രയോ പേര് കാലങ്ങളായിട്ട് മിണ്ടാണ്ടിരിക്കുകയും അല്ലെങ്കിൽ അവരെ പറ്റി ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നും കൂടി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പാവങ്ങളാണ്. ആ ഒരു ഡയലോഗ് KP സിലിഡ് പറയുന്നുണ്ടല്ലേ. അപ്പൊ അത് സത്യമാണ്. നമ്മള് മറ്റുള്ളവരുടെ അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയില്ല, അവരേത് സാഹചര്യം കൊണ്ടാണ് നമ്മളോട് അങ്ങനെ പെരുമാറിയെന്ന് നമുക്കറിയില്ല. അപ്പൊ ഒന്ന് ചിന്തിച്ചാൽ ഓക്കെയാണ്, നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മളെ ബാക്കിൽ നിന്ന് കുത്തുന്നേക്കാളും ഭേദമല്ലേ നമ്മുടെ ഫ്രണ്ടിൽ നമ്മളോട് ഓപ്പൺ ആയിട്ട് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതായാലും നമ്മളെ കുറ്റം പറയുന്നതാണെങ്കിലും നമുക്ക് തിരിയുമല്ലോ. ഇപ്പം നമ്മളെ തളർത്താനുള്ള ക്രിട്ടിസൈസ് ചെയ്യുന്നതും അല്ലാതെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറാണ് കേട്ടോ യോഹന്നാന്റെ. അത് എന്നിട്ടും ക്ലൈമാക്സിൽ അവരത് അങ്ങനെ ഒരു രീതിയിലായിട്ട് കൊണ്ടാക്കി. സിനിമ കണ്ടാൽ നിങ്ങൾക്ക് തിരിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ആ യോഹന്നാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞതെന്നൊക്കെ.